നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന നേരത്ത് അവസാനമായി ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, റഫീഖുൽ അഅ്ലാ ഇല റഫീഖിൽ അഅ്ലാ, അത്യുന്നതമായ കൂട്ടുകെട്ട്, അത്യുന്നതമായ സുഹൃത്തുക്കളുടെ അടുത്തേക്കാണ് ഞാൻ പോണത്. ആരാണ് ആ റഫീഖ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൻ നിസായിൽ പറയുന്നുണ്ട്, വമൻ യുതിഇല്ലാഹ വർ-റസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ഇവരൊക്കെ എത്ര നല്ല സുഹൃത്തുക്കളാണ് സ്വർഗത്തിൽ. ആര്? അമ്പിയാക്കന്മാരെ, ശുഹദാക്കള്, സിദ്ദീഖീങ്ങള്, സാലിഹീങ്ങള്. അവരുടെയൊക്കെ ടോപ്പ് ലീഡറായിട്ട് അള്ളാന്റെ റസൂലാണ് പോയത്. ഇവിടെ ഈ നബി പ്രാർത്ഥിക്കുകയാണ്, അവരൊക്കെ കൂടെ എന്നെ ചേർത്ത് തരണം. നബിമാരുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ, ഔലിയാക്കളുടെ കൂടെ എന്നെ ചേർത്ത് തരണം. നോക്കണം നിങ്ങൾ, ഈ പ്രാർത്ഥനയ്ക്ക് മനസ്സറിഞ്ഞ് നമ്മളാണ് പഠിച്ചു വെച്ചാൽ പ്രാർത്ഥിക്കാതിരിക്കാൻ നമുക്ക് കഴിയൂല. ഇതിപ്പോ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന. ഇനി എല്ലാ വിശ്വാസികളും അത് പ്രാർത്ഥിക്കേണ്ടതിലേക്കുള്ള സൂചനയാണ് സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്ത്. എല്ലാവരും പഠിച്ചു വെക്കണം. അല്പം ചില വകഭേദങ്ങളോടുകൂടി ഇതേ പ്രാർത്ഥന ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. എവിടെ? സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്ത്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മനുഷ്യനോട് നമ്മൾ ശക്തമായി വസിയത്ത് കൊടുത്തതാണ്, മാതാപിതാക്കളോട് നന്മ കാണിക്കണം. എന്നിട്ട് ഉമ്മ സഹിച്ച ത്യാഗങ്ങൾ, ഗർഭകാലം, ഉലയൂട്ടുന്ന കാലം, ആ കാലത്തൊക്കെ ഒരു മാതാവ് കുഞ്ഞിനെ നോക്കാനും പരിപാലിക്കാനും പരിലാളിക്കാനും വേണ്ടി വളരെയേറെ വിഷമം സഹിച്ചതൊക്കെ എടുത്തു പറഞ്ഞിട്ട് പിന്നീട് മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു പറയണേ, യഥാർത്ഥ വിശ്വാസികൾ അവർ 40-ലെത്തിയാൽ, പ്രായം തികഞ്ഞു വിവേകവും ബുദ്ധിയും പക്വതയുമൊക്കെ എത്തുമ്പോൾ കൂടുതൽ കൂടുതൽ അവർ റബ്ബിലേക്ക് ഇങ്ങനെ കൂടുതൽ അടുക്കും. പ്രായം കൂടുന്തോറും പക്വത കയറി വരണം. പക്വത ഏറി വരുന്തോറും റബ്ബിനോട് കൂടുതൽ കൂടുതൽ അടുക്കണം. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന ഖാല റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. പിന്നെ വഅൻ അഅമല സാലിഹൻ തർദാഹ്. ഇനി വ്യത്യാസമുണ്ട്. വാസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ. അത് നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. അതിൽ വേറെ കുറേ കാര്യങ്ങൾ ഇതിൽ പറയാത്തതുണ്ട്. ആദ്യ ഭാഗമൊക്കെ ഒരേപോലെയാണ്. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതീ അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാഹ്. അതുവരെ ഈ രണ്ട് പ്രാർത്ഥനയും ഒരേപോലെയാണ്. അടുത്ത വാചകം എന്താണെന്നറിയോ? മാതാപിതാക്കൾ, ഒരു മനുഷ്യൻ പക്വത എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ മുമ്പുള്ളവരെ ഓർമ്മ വരും, ശേഷമുള്ളവരെ ഓർമ്മ വരും. മാതാപിതാക്കളുടെ കാര്യം അവൻ ഓർത്തു, ഇനി മക്കളെ കാര്യവും ഓർക്കണം. ദുആ ചെയ്യുമ്പോഴൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടിയും പറയണം. ആർക്ക് വേണ്ടിയും പറയണം? മക്കൾക്ക് വേണ്ടിയും പറയണം. അതാണ് ആ വാചകം. വാസ്ലിഹ് ലീ ഫീ ദുർരിയതി, എൻ്റെ സന്താനങ്ങളിൽ നിന്ന് നീ എല്ലാവരെയും നീ ഏറ്റവും നല്ല നിലയിൽ നീ ആക്കിത്തരേണമേ, നന്നാക്കിത്തരേണമേ. മക്കളുടെ പ്രവർത്തനവും അവരുടെ സ്വഭാവവും അവരുടെ വിശ്വാസവും അവരുടെ ആചാരവും അവരുടെ നടപടിക്രമങ്ങളും അവരുടേതായ കാര്യങ്ങളും ഒക്കെ അല്ലാഹ് നീ എനിക്ക് അവരെയൊക്കെ നന്നാക്കി തരണം. ഇപ്പം ജീവിച്ചിരിക്കുന്ന മക്കൾക്കും തലമുറകൾക്ക് പോലും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. മക്കള് ദുരിയത്ത്. വാസ്ലിഹ് ലീ ഫീ ദുരിയതി, വാസ്ലിഹ് ലീ നീ എനിക്ക് നന്നാക്കി തരണേ, ഫീ ദുരിയതി എൻ്റെ സന്താനങ്ങളിൽ,